ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. 91 സങ്കീർത്തനം 10 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ആർക്കാണ് ഒരനർത്ഥവും ഭവിക്കാത്തത്? 10 വാക്യത്തിൽ പറയുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, മഹാദൈവത്തെ നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുമ്പോൾ, അത്യുന്നതൻ്റെ 1 വാക്യത്തിൽ വായിക്കുന്നത് പോലെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുമ്പോൾ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ജീവിതത്തിൽ രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം എല്ലാം ജീവിതത്തിൻ്റെ നേരെ വരും. പക്ഷെ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. വിശ്വസിക്കുക. അത്യുന്നതനെ നീ നിന്റെ വാസസ്ഥലമാക്കിയാൽ, അത്യുന്നതൻ്റെ മറവിൽ നീ വസിച്ചാൽ, ഒരു ബാധയും ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. കർത്താവേ, ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദി. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.